ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളതൊരു പാസ്ത റെസിപ്പിയുമായിട്ടാണ്. ഇവിടെ ഞാൻ 2 ടൈപ്പിലുള്ള പാസ്തയാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു മസാല കൊണ്ട് 2 തരം പാസ്ത ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോൻ്റെ മക്രോണിയാണ്. ഈ മക്രോണി വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി കഴുകി വെള്ളം കളഞ്ഞു വെച്ചതാണിത്. ഇതിന് ഇതിൽ കിടന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴിതാ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതൊന്ന് സ്റ്റെയിനറിലേക്ക് മാറ്റിക്കൊടുത്ത് വെള്ളം കളയാൻ വെക്കാം. ഇനി നമുക്കിതിനു വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 വലിയ സവാള, 1 ക്യാപ്സിക്കം, 1 ക്യാരറ്റ്, ഓയിൽ, പിന്നെ 1 വലിയ തക്കാളി, കുറച്ച് മല്ലിയില, 1 ചെറിയ പീസ് കാബേജാണിത്, നല്ല നൈസായി അരിഞ്ഞത്. പിന്നെ വേണ്ടത് ചിക്കൻ ബോൺലെസ് പീസ്, ഇതും ചെറുതായി കട്ട് ചെയ്തതാണ്. 1 സ്പൂൺ കുരുമുളക്, പിന്നെ 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടതൊരു മാഗി ക്യൂബ്, കുറച്ച് ബട്ടറും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോൺഫ്ലവർ, സോയാ സോസ്, കുറച്ച് സിറിക്കയും ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണിത്. അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട ശേഷം ലോ ഫ്ലെയിമിലാക്കി 5 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാബേജും ക്യാരറ്റും ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് പച്ചമുളക്, ക്യാപ്സിക്കം എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്.
എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ശേഷം 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നേരത്തെ വേവിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴിതാ നല്ല സ്പൈസി മക്രോണി റെഡി. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറച്ച് സ്പൈസി ആയതുകൊണ്ട് തന്നെ സ്പൈസി കഴിക്കാത്ത മക്കൾക്ക് വേണ്ടി ഒരു ക്രീം പാസ്ത റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിലേക്ക് 2 സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് നന്നായി കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ലോയിലാക്കി വേണം ചെയ്യാൻ. ശേഷം ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് ക്രീം റെഡിയാക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ച പാസ്തയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാസ്ത ഇട്ട് കൊടുക്കാം. ശേഷം എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ ആക്കി വെച്ച മസാലയിൽ നിന്നും 1 സ്പൂൺ മസാല ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിൽ നിന്ന് കുറച്ച് മസാല ഇതിന് മുകളിലായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിന് മുകളിലായി മല്ലിയിലയും കുറച്ച് ചീസ് കൂടി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീസ് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ 2 പാസ്തയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ക്രീമി പാസ്ത എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്